നമസ്കാരം. ചേച്ചി, എങ്ങനെയുണ്ട് പാലക്കാട്? മാറ്റമുണ്ടാകുമോ ഇത്തവണ? അടിപൊളിയാണ് പാലക്കാട് ഇത്തവണത്തെ എല്ലാ പ്രവർത്തനവും. തുടക്കം മുതൽ അവസാനം വരെ, കലാശക്കൊട്ട് വരെ വളരെ സൂപ്പർ ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു മാറ്റം ഇവിടെയുണ്ട്. BJP-യുടെ അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് ഇവിടെ വീശി തുടങ്ങിയിട്ടുണ്ട്. അത് 23-ാം തീയതി ഞങ്ങൾ വലിയ ആഹ്ലാദ പ്രകടനത്തോടു കൂടെ ഇവിടെ ആഘോഷിക്കും. ഈ വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് അത് BJP-ക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ടോ? വഖഫിന്റെ മറ പിടിച്ചുകൊണ്ട് ഒരു വോട്ട് അന്വേഷണം ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെ അനുകൂലിക്കുക എന്നുള്ള നയം സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും NDA സർക്കാരിന് BJP-ക്ക് അനുകൂലമായിട്ട് അത് വരുമെന്നുള്ള വിശ്വാസമുണ്ട്. പാലക്കാടുള്ള ഹൈന്ദവ സമൂഹത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് വഖഫ് ബോർഡ് വിഷയം ഒരു ക്രിസ്ത്യാനികളുടെ വിഷയമാണെന്നുള്ള ധാരണ. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പാലക്കാട് വടക്കന്തര അടക്കമുള്ള പല പ്രദേശങ്ങളിലും വഖഫ് ബോർഡിന് ഭൂമിയുണ്ട്. 111 ഭൂമി അത്രത്തോളം ഈ അവരുടെ ലിസ്റ്റിലുള്ള ഒരു സംവിധാനം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം പുറത്ത് വിടാനായിട്ട് കോൺഗ്രസോ അല്ലെങ്കിൽ